ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചന എന്റെ കയ്യെത്തും ദൂരത്ത് ജീവനോടെയുണ്ട്. അവൾ എന്നെ തിരിച്ചറിയുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ ഉറപ്പാ ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നത്. ഇനി അർച്ചന എവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും ഞാൻ കണ്ടെത്തും. ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. സ്വന്തമായി ഉണ്ടായിരുന്ന വലിയ ബിസിനസ്സും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു. കോടീശ്വരന്മാരായിരുന്നു അവര്. ഇപ്പോ സഹോദരങ്ങളൊക്കെ പല വഴിക്കായി. ഒരു സാധാരണ ടാക്സി ഡ്രൈവർ ജോലിയാ അയക്കിപ്പോ. എന്നിട്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അയാൾ ആ ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. താൻ തന്നെ ഒന്ന് പറ, അയാളുടെ ഭാര്യയെ അയാൾക്ക് തിരിച്ചിട്ടാനുള്ള അർഹതയില്ലേ? അയാളുടെ കഥ കേട്ടപ്പോ അയാൾക്ക് ഭാര്യയെ തിരിച്ചു കിട്ടണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. തനിക്ക് പിന്നെന്താ തോന്നുന്നേ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഒന്നുകിൽ ആ സ്ത്രീക്ക് അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കാണില്ലേ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ മറ്റെവിടെയെങ്കിലും വേറൊരു ജീവിതം ജീവിക്കുന്നുണ്ടാവും. അയാൾക്കിനി അവരെ തിരിച്ചു കിട്ടില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ശിശിരേ, നിന്റെ സംസാരം ഇതുവരെ കഴിഞ്ഞില്ലേ? ആ ദേ കഴിഞ്ഞു. അതെ, ഞാൻ വീട് എത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ബൈ. നീ എന്തെങ്ങനെ നോക്കുന്നേ? ഞാൻ ആലോചിക്കുകയായിരുന്നു, ദൈവം എന്തൊരു ക്രൂരനാണ്. ഒരു മര്യാദയില്ലാതെ ചിലപ്പോൾ നമ്മളോട് പെരുമാറിക്കളയും. അങ്ങേര് വിചാരിച്ചിരുന്നെങ്കിൽ ഏട്ടത്തെ ഇന്നലെ സച്ചിന് തന്നോടായിരുന്നോ? എടാ, എനിക്കിപ്പോ ഒരു നിരാശയില്ല, മറിച്ച് കൂടുതൽ പ്രതീക്ഷ തോന്നുന്നത്. പ്രതീക്ഷയുടെ ഒരു പ്രകാശം ഇപ്പോ ദൈവന്റെ മുന്നിൽ കൊണ്ട് തന്നില്ലേ. ഒരു നോട്ട് മാത്രമാണെങ്കിലും ഞാൻ അവളെ ഒന്ന് കണ്ടില്ലേ. സച്ചേട്ടാന്ന് വിളിച്ച് അവൾ എന്റെ പിന്നാലെ വന്നില്ലേ. ഇനി എന്റെ മനസ്സ് തളരില്ല, കാരണം അർച്ചന എന്റെ കയ്യെത്തും ദൂരത്ത് ജീവനോടെയുണ്ട്. അവൾ എന്നെ തിരിച്ചറിയുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ ഉറപ്പാ ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നത്. ഇനി അർച്ചന എവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും ഞാൻ കണ്ടെത്തും. എന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും. ദൈവം കരുണയുള്ളവൻ തന്നാടാ. പറഞ്ഞ നിങ്ങൾ മറന്നുപോയോ? എന്തിനാ ഇങ്ങനെ പിന്നെയും പിന്നെയും വിളിക്കുന്നേ? അവനെ ജയിലിൽ അടച്ചിട്ട് നിങ്ങൾ ഇനി എന്നെ വിളിച്ചാ മതി. അയ്യോ മാഡം, ഫോൺ വെക്കില്ലേ? വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്ത് കാര്യം? ഒരു വലിയൊരു അപകടമുണ്ട് മാഡം, അത് പറയാനാ വിളിച്ചത്. എന്താ അപകടം? അമ്മാവന്റെ കേസിലെ നിർണായകമായ തെളിവ് അയാളെ വെടിവെച്ച് ആ തോക്കാണ്. അതിന് ആ തോക്ക് മേഡത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ചളയണം, ഇല്ലെങ്കിൽ അത് മേഡത്തിന് തന്നെ കുരുക്കാവും. അല്ല മേഡം എന്താ ഒന്നും മിണ്ടാത്തത്?
പോലീസിന്റെ അടുത്ത നടപടി ആദ്യം അത് കണ്ടെത്താനായിരിക്കും. എന്നും ഞാൻ ഈ സ്റ്റേഷനിൽ ഇതേ കസേരയിൽ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ ഒരു പുതിയ ഓഫീസറായിരിക്കും ഇത് അന്വേഷിക്കാൻ വരുന്നത്. ആ തോക്കെങ്ങാനും പിടിക്കപ്പെട്ട പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. കൊല്ലപ്പെട്ട അമ്മാവന്റെ കൈപ്പത്തിയിലെ എല്ലിനുള്ളിൽ കുടുങ്ങിയിരുന്ന ബുള്ളറ്റും മേഡത്തിന്റെ തോക്കിലെ ബുള്ളറ്റും ഒന്നാണെന്നെങ്ങാനും കണ്ടെത്തിയ പിന്നെ കേസ് ഏത് വഴിക്ക് പോകുമെന്ന് ഞാൻ പറയണ്ടല്ലോ. നാളെ വേറെ ഏത് അന്വേഷണം വന്നാലും മേഡത്തിന്റെ കയ്യിൽ നിന്നോ വീട്ടിൽ നിന്നോ ആ തോക്ക് ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അത് എത്രയും വേഗം നശിപ്പിച്ചങ്ങ് കളഞ്ഞേക്ക്. അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മേ, മോളെ അമ്മേ, മോളെ അമ്മ എവിടെയായിരുന്നു? ഞാൻ എത്ര വിഷമിച്ചോന്നറിയാമോ? ഇനി വിഷമിക്കണ്ടല്ലോ, അമ്മ വന്നില്ലേ? ഈ അച്ഛനോട് ഞാൻ രാവിലെ പറഞ്ഞതാ എന്നെയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ. പക്ഷെ അച്ഛൻ കേട്ടില്ല. അതൊന്നും സാരമില്ല. ഇനിയിപ്പോ അമ്മ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. വാ. ആ, നിക്ക് അകത്ത് കയറാൻ വരട്ടെ. അതെന്താ അകത്ത് കയറാൻ പറ്റില്ലേ? അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ വരാം. അമ്മ എന്തിനാ നമ്മളിവിടെ നിർത്തിയിട്ട് അകത്തേക്ക് പോയേ? ആ, അത് അമ്മയോട് തന്നെ ചോദിക്കണം. അമ്മയ്ക്കിപ്പൊ എങ്ങനെയുണ്ട്? അസുഖം കുറവുണ്ടോ? അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ല. മോൾക്കേ അമ്മ ഇപ്പൊ സ്നാക്സ് ഉണ്ടാക്കി തരാട്ടോ. മോള് രാവിലെ വല്ലതും കഴിച്ചിട്ടാണോ സ്കൂളിൽ പോയേ? ലഞ്ചൊക്കെ കൊണ്ടുപോയായിരുന്നോ? അതൊക്കെ ശിശിര റെഡിയാക്കി കൊടുത്തായിരുന്നു. ഞാനത് ഹോസ്പിറ്റലിൽ വെച്ച് സമൃദ്ധിയോട് പറഞ്ഞാണല്ലോ, മറന്നുപോയോ? ഓ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല.